ഹായ് ഓൾ, ഞാൻ അമിത് ഗിരീഷ്, ഫൗണ്ടർ സിനാപ്സ്. സോ ഇന്ന് നമ്മൾ ബയോളജി അല്ല, പകരം ഫിസിക്സ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. കൺസിഡർ ദ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ 3 സർക്യൂട്ടിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സർക്യൂട്ടിലെയും പവർ കണ്ടെത്തിയിട്ട് ഇതിൽ ഏത് സർക്യൂട്ടാണ് മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും ഏത് സർക്യൂട്ടാണ് ഏറ്റവും മിനിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, ആദ്യം നമ്മൾ നേരെ സർക്യൂട്ടിലേക്ക് നോക്കിക്കഴിയുമ്പോൾ എന്തൊക്കെ കാണുന്നു എന്നുള്ളത് ആദ്യം നോട്ട് ചെയ്യാം. എന്തൊക്കെ കാണുന്നുണ്ടടാ? വോൾട്ടേജ് കാണുന്നുണ്ട് അല്ലേ? വോൾട്ടേജ് 3 എന്ത് തന്നെയാണ്? 12 വോൾട്ട് ആണ്. ഓക്കെ, അതുപോലെ പിന്നെ എന്ത് കാണുന്നുണ്ട്? റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. റെസിസ്റ്റൻസും എല്ലാ റെസിസ്റ്ററിന്റെയും വാല്യൂ എന്ത് തന്നെയാണ്? 5 ഓം ആണ്. ഓക്കെ, പക്ഷേ 3 സർക്യൂട്ടും കാണാൻ ഡിഫറെന്റ് ആണ് അല്ലേ? 3 സർക്യൂട്ടും കാണാൻ എന്താണ്? ഡിഫറെന്റ് ആണ്. ഒന്നാമത്തെ സർക്യൂട്ടിലേക്ക് നോക്കുമ്പം അവിടെ ഒരൊറ്റ റെസിസ്റ്ററേ ഉള്ളൂ. രണ്ടാമത്തേലും മൂന്നാമത്തേലേക്കും വരുമ്പോൾ അവിടെ 2 റെസിസ്റ്റേഴ്സ് വീതമുണ്ട്. എന്നാൽ രണ്ടാമത്തെ സർക്യൂട്ടിലെ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത രൂപത്തിലല്ല മൂന്നാമത്തെ സർക്യൂട്ടിലെ റെസിസ്റ്റേഴ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. ഇതവിടെ നിൽക്കട്ടെ, ഇതിലേക്ക് നമുക്ക് വരാം. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? പവറിന്റെ ഇക്വേഷൻ എഴുതി വെക്കാം. വെറുതെ പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കറന്റിന്റെ സ്ക്വയർ ഇൻടു റെസിസ്റ്റൻസ്. അതുപോലെ തന്നെ പി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ ഈ ഇക്വേഷൻ എടുക്കേണ്ടത്. കാരണം ഇവിടെ നമുക്ക് എന്താണ് ഉള്ളത്? ഫിഗറിൽ നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ്? വോൾട്ടേജും റെസിസ്റ്റൻസും ആണ്. സോ നമുക്ക് വോൾട്ടേജും റെസിസ്റ്ററും വെച്ചിട്ടുള്ള പവർ കാണാനുള്ള ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ. ഇത് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തണം. ഓരോ സർക്യൂട്ടിലെയും ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയെന്നുള്ളത് കണ്ടെത്തണം. അപ്പൊ ആദ്യം അതെങ്ങനെ കണ്ടെത്തുന്നു നോക്കാം. ആദ്യത്തെ സർക്യൂട്ട് എടുക്കാം. ആദ്യത്തെ സർക്യൂട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരൊറ്റ റെസിസ്റ്ററെ കാണുന്നുള്ളൂ അല്ലേ? ഒരൊറ്റ റെസിസ്റ്ററെ കാണുന്നുള്ളൂ. അതിന്റെ വാല്യൂ 5 ഓം ആണ്. ആ 5 ഓം തന്നെ ആയിരിക്കും ഈ എൻറ്റയർ സർക്യൂട്ടിന്റെയും എന്ത്? റെസിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, സിംഗിൾ റെസിസ്റ്റർ ആണുള്ളത്. ആ സിംഗിൾ റെസിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ആ ടോട്ടൽ അതിന്റെ ആ ഒരു എൻറ്റയർ സർക്യൂട്ടിന്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ആ സിംഗിൾ റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എത്രയാണോ അത് തന്നെ ആയിരിക്കും. അതിവിടെ 5 ആണ്. സോ 5 ഓം ആണ് ഈ ഒരു ഫുൾ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ്. അപ്പൊ ഒന്നാമത്തതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടെത്തി. ഇനി രണ്ടാമത്തെ ഫിഗറിലേക്ക് പോകുമ്പോൾ രണ്ടാമത്തെ സർക്യൂട്ട് എന്ത് കണക്ഷനാടാ? സീരീസ് കണക്ഷനാണ്. സീരീസ് കണക്ഷനാണ് അല്ലെ? സീരീസ് കണക്ഷനിലാകുമ്പം 2 റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് R ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3 ഇങ്ങനെ പോകും. ഇത് നമുക്കറിയാം. ഇവിടെ R1ഉം അതുപോലെ തന്നെ R2ഉം രണ്ടും എന്താണ്? 5 ഓം ആണ്. സോ 5 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഓം എന്ന് കിട്ടും. സോ ഈ സർക്യൂട്ടിന്റെ രണ്ടാമത്തെ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഓം ആണ്. ഓക്കെ, 10 ഓം ആണ്. ഇനി മൂന്നാമത്തെ സർക്യൂട്ടിലേക്ക് വരുമ്പോൾ ഇത് എന്ത് കണക്ഷൻ ആണ്? ഇറ്റ്സ് എ പാരലൽ കണക്ഷൻ. ഓക്കെ, പാരലൽ കണക്ഷൻ ആണ്. അഗെയിൻ 2 റെസിസ്റ്റേഴ്സ് തമ്മിലാണ് പാരലൽ കണക്ഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, രണ്ടിന്റെയും വാല്യൂ സെയിം ആണ്, 5 ഓം ആണ്. സോ ഒരു പാരലൽ സർക്യൂട്ടിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. ഇനി ഒരു പാരലൽ സർക്യൂട്ടിൽ 2 റെസിസ്റ്റേഴ്സ് ആണ് ഉള്ളത് എങ്കിൽ, ഓക്കെ, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം 2 റെസിസ്റ്റേഴ്സ് ആണ് ഒരു പാരലൽ സർക്യൂട്ടിൽ ഉള്ളത്. അങ്ങനെ 2 റെസിസ്റ്റേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പാരലൽ സർക്യൂട്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അതിലെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ മറ്റൊരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് R ഈക്വൽ ടു R1R2 ബൈ R1 പ്ലസ് R2. സോ നമുക്ക് ഇവിടെ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഇവിടെ 2 റെസിസ്റ്റേഴ്സ് കൂടി ചേർന്നിട്ടാണ് ഒരു പാരലൽ കണക്ഷൻ ഫോം ചെയ്തിട്ടുള്ളത്, പാരലൽ സർക്യൂട്ട് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. റെഡി? സോ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തുമ്പോൾ നമുക്കറിയാം R1ഉം R2 എല്ലാം എന്ത് തന്നെയാണ്? 5 ആണ്. സോ 5 ഇൻറ്റു 5 ബൈ 5 പ്ലസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25/10 ഈക്വൽ ടു 2.5 ഓം എന്ന് കിട്ടും. സോ മൂന്നാമത്തെ സർക്യൂട്ടിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 2.5 ഓം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 സർക്യൂട്ടിന്റെയും എന്ത് കണ്ടെത്തി? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടെത്തി. ഇപ്പൊ പകുതി പരിപാടി കഴിഞ്ഞു. ഓക്കെ, ഇതിനി നമുക്കൊന്ന് താഴോട്ട് എടുത്ത് എഴുതാം. അപ്പം സർക്യൂട്ട് നമ്പർ 1, ഓക്കെ, സർക്യൂട്ട് നമ്പർ 1ന്റെ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. നമ്മൾ ഇവിടെ കണ്ടു. ഇനി സർക്യൂട്ട് നമ്പർ 2 C2, അതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? 10 ഓം ആണ്. നമ്മൾ എഴുതി 10 ഓം. ഓക്കെ, ഇനി സർക്യൂട്ട് നമ്പർ 3 അവിടേക്ക് വരുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മളിവിടെ കണ്ടെത്തി 2.5 ഓം.
ഓക്കെ, ഇനി ഇതിന്റെ ഒക്കെ വോൾട്ടേജ് സെയിം ആണ് നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് 12 വോൾട്ട് ആണ്. ഓക്കെ, 12 വോൾട്ട് ആണ്. ഓക്കെ, മൂന്നിന്റെയും വോൾട്ടേജ് എന്താണ്? 12 വോൾട്ട് ആണ്. സോ വി ഈക്വൽ ടു 12 വോൾട്ട്, വി ഈക്വൽ ടു 12 വോൾട്ട്, വി ഈക്വൽ ടു 12 വോൾട്ട്. ഇനി നമ്മൾ ഇത് നേരിട്ട് നേരത്തെ പറഞ്ഞ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ, വി ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ടിന്റെ വി എന്ന് പറയുന്നത് 12 സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 28.8 വാട്ട് എന്ന് കിട്ടും, ഒന്നാമത്തെ സർക്യൂട്ടിന്റെ ടോട്ടൽ പവർ. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ. രണ്ടാമത്തെ സർക്യൂട്ടിൽ വരുമ്പോൾ അഗെയിൻ വി സ്ക്വയർ ബൈ ആർ, വി എല്ലായിടത്തും കോമൺ ആയതുകൊണ്ട് 12 സ്ക്വയർ ബൈ ആർ എന്ന് പറയുന്നത് അവിടെ 10 ഓം ആണ്. 12 ബൈ 10 ചെയ്യും, 10 ചെയ്യും. അപ്പം എത്ര കിട്ടും? 14.4 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, 14.4 വാട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ സർക്യൂട്ടിൽ വരുമ്പോൾ അഗെയിൻ 12 സ്ക്വയർ ബൈ എത്രയാണ്? 6, 2.5 ഓം എന്ന് കിട്ടും. ഓക്കെ, 2.5. സോ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 57.6 വാട്ട് എന്നാണ് കിട്ടുക. ഓക്കെ, 57.6 വാട്ട് എന്നാണ് കിട്ടുക. സോ നമ്മൾ 3 സർക്യൂട്ടിന്റെ എന്ത് കണ്ടെത്തി? പവർ കണ്ടെത്തി. നമ്മളോട് ചോദിച്ച ചോദ്യം ഏറ്റവും മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും മിനിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണെന്നാണ്. ഓക്കെ, സോ ഏറ്റവും മാക്സിമം പവർ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഏതാണ്? നോക്കടാ, ശ്രദ്ധിച്ചേ. 57.6 അല്ലേ ഏറ്റവും വലുത്, അതുപോലെ ഏറ്റവും ചെറുത് ഏതാണ്? 14.4. അപ്പൊ ഏറ്റവും മാക്സിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സർക്യൂട്ട് നമ്പർ 3. ഓക്കെ, ഏറ്റവും മിനിമം പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സർക്യൂട്ട് നമ്പർ 2. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ കണ്ടെത്തേണ്ടത്. ഓക്കെ, റെഡി അല്ലേ?